ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഷാനവാസിന് കൊടുത്ത ടാസ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായ അഖിൽ മാരാർ. അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ഷാനവാസിനൊരു പ്രാങ്ക് നൽകിയിരുന്നു. ആ പ്രാങ്ക് പ്രകാരം ആദിലയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ചെയ്യും പോലെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ കാരണം ഇതുപോലെ സമാനമായ ടാസ്ക് നമ്മുടെ സീസണിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആദില വളരെ മനോഹരമായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ആദിലക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചു. ഒരു നല്ല മത്സരാർത്ഥിയും നല്ലൊരു വ്യക്തിത്വവുമായിട്ട് ആദിലക്ക് ഇന്നലത്തെ ടാസ്കോട് കൂടി മാറാൻ കഴിഞ്ഞു. ആദില ആ ടാസ്കിനെ കൃത്യമായി മനസ്സിലാക്കി എന്ന കാര്യത്തിനകത്ത് ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്ക് മിടുക്കി എന്ന് തോന്നുകയാണ്. അതായത് ഞാനത് എടുത്തു പറയാൻ കാരണം പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോട് കൂടിയാണ്, നമ്മുടെ എതിർ മത്സരാർത്ഥിയോട് കൂടിയല്ല. ഓരോ മത്സരാർത്ഥിയും മത്സരിക്കേണ്ടത് ബിഗ് ബോസിനോടും കേരളത്തിലെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരോടുമാണ്. പല മത്സരാർത്ഥികൾക്കും പറ്റുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് അവർ മത്സരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ളവരോടാണ്. ഇന്നലത്തെ ദിവസം ഷാനവാസിന് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ ബിഗ് ബോസ് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ഹൗസിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഷാനവാസ് ആദില നൂറയ്ക്കിടയിൽ ഉണ്ടായ വലിയ പ്രശ്നം. അവർ വലിയ സുഹൃത്തുക്കളായിരിക്കുകയും പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാരെ പോലെ മാനസികമായി ഒരു ബോണ്ടിംഗ് ഉണ്ടാക്കിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആദിലയും ഷാനവാസും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. സഹോദരനും സഹോദരിയും തമ്മിൽ തെറ്റുന്നു. ഷാനവാസിനെതിരെ ആദില നോമിനേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഷാനവാസിന് ആദിലയോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ അവർ തമ്മിൽ ശത്രുക്കളായി മാറുന്ന സ്ഥലത്ത് വളരെ ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ പിടിച്ചിട്ട് ആദിലയെ പുറത്താക്കാൻ വേണ്ടി പറയുകയാണ്. ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിച്ചത്? ആദിലയെ പുറത്താക്കാൻ വേണ്ടി ഷാനവാസ് ഇത് എങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം സഹോദരതുല്യനായിട്ട് കാണുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെയൊരു നോമിനേഷൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതോടൊപ്പം തന്നോട് സ്നേഹിച്ചും സഹകരിച്ചും പോസിറ്റീവായി കഴിഞ്ഞ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഈ നോമിനേഷൻ വരികയാണ്. അതായത് നിവിനായാലും അക്ബർ ആയാലും ആര്യനായാലും പിന്നെ ലക്ഷ്മിയുമൊക്കെ. ലക്ഷ്മിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ നോമിനേഷൻ മാത്രമായിരിക്കും പേഴ്സണലി ഹേർട്ട് ആവാത്തത്. ബാക്കിയുള്ള പലരും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സണലി ഹേർട്ട് ആവാനും തന്നെ ഇവിടെ നിന്ന് ചതച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ഹൗസിലെ മത്സരാർത്ഥികൾ തീരുമാനമെടുത്തതായി കണ്ടു. ഒരു പേഴ്സണൽ ജഡ്ജി വെച്ച് ആദില അകത്ത് പെരുമാറിയാൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പൊട്ടിത്തെറി ആദിലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ആദിലയുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തു വരണം. ഇതാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത്.